രചന സുജാനൂപ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അമ്മേ, എനിക്കിനിയും പഠിക്കണം. പക്ഷേ എൻ്റെ കരച്ചിലിന് അമ്മയുടെ മൗനം മറുപടിയും തന്നില്ല. കുട്ടിക്കാലം മുതലേ പഠിക്കുവാൻ എനിക്ക് വാശിയായിരുന്നു. ഡോക്ടറാവാൻ ആശിച്ചു. പക്ഷേ കിട്ടിയത് നഴ്സിംഗ് അഡ്മിഷൻ ആയിരുന്നു. അല്ലെങ്കിലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഞാൻ ഒരുപാട് മോഹിച്ച് തെറ്റായിപ്പോയി. എങ്ങനെയെങ്കിലും പഠിച്ച് വിദേശത്ത് പോകണം, വീട്ടിലെ ബാധ്യതകളൊക്കെ തീർക്കണം. പിന്നീട് അതുമാത്രമായി ചിന്ത. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപാട് വിടുന്ന അമ്മ, എന്തു പണിയും ചെയ്യാൻ മടിയില്ലാത്ത അപ്പൻ. ആ പാവത്തിനൊരു മാല പോലും ഇല്ല. എങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞങ്ങൾ ജീവിക്കുന്നു. ഇനി ഒരു വർഷം കൂടിയുള്ളൂ പഠനം തീരുവാൻ. ഏന്തി വലിഞ്ഞ് ഇത്രയും വരെ എത്തി. അപ്പോഴാണ് അപ്പനും സുഖമില്ലാതായത്. അപ്പൻ്റെ മരുന്നുകളും അനിയത്തിയുടെ സ്കൂൾ പഠനവും എൻ്റെ പഠനവും കൂടെ മുന്നോട്ട് നീങ്ങാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടായി. വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മറുത്തൊന്നും പറയാൻ പോലും വയ്യ. എങ്കിലും അമ്മേ, ഒരു വർഷം കൂടെ എന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കാമോ? അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. മോളെ, ഫീസ് അടക്കാൻ അമ്മക്കാവില്ല. ഇനി വിൽക്കാനൊന്നും ബാക്കിയില്ല. ആകെയുള്ള വീട് പണയം വെച്ച നിന്നെയും അവളെയും കൂട്ടി തട്ടുകേട് വന്ന് ഞാൻ എവിടെ പോകും? ഒരു നിമിഷം ഞാൻ അങ്ങനെ നിന്നുപോയി. പിന്നെ ചോദിച്ചു, അമ്മേ, ഞാൻ ഇളയപ്പനോട് പൈസ ചോദിക്കട്ടെ? ഇളയപ്പയുടെ കയ്യിൽ ഒത്തിരി പണമുണ്ടല്ലോ. അത് വേണ്ട മോളെ, അപ്പന് സങ്കടാവും. അയാൾ പണമൊന്നും തരില്ല. അയാൾ നിനക്ക് പണം തന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് മാത്രമല്ല അപ്പനും നാണക്കേടാവും. എനിക്ക് നാണക്കേട് ഒരു പ്രശ്നമായിരുന്നില്ല. പിച്ചെടുക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഞാൻ നേരെ ഇളയപ്പൻ്റെ വീട്ടിലേക്ക് ചെന്നു. വഴിയിൽ നിന്ന് തന്നെ ബിരിയാണിയുടെ മണം മൂക്കിലടിച്ചു. വായിൽ വെള്ളം വന്നു. രാവിലെ കഴിച്ച കഞ്ഞിയും അച്ചാറും എപ്പോഴോ ദഹിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ആ ശബ്ദം ചെവിയിൽ വീണു. ദേ, ആ നാശം പിടിച്ചവൾ വരുന്നുണ്ട്. ബിരിയാണി അവൾ പോയിട്ട് കഴിക്കാം. കൃത്യമായിട്ട് ഊണ് കഴിക്കാൻ നേരത്ത് കയറി വന്നോളൂ. ശല്യം. നീയൊന്നും മിണ്ടാണ്ടിരിക്കും മേരി, അവള് കേൾക്കും. കേൾക്കാൻ തന്നെ പറയുന്നു. ഇതിന് നാണം വെക്കട്ടെ. ഒരു വലിയ പഠിപ്പുകാരി വന്നിരിക്കുന്നു. ഡോക്ടറാകാൻ നടക്കിയിരുന്നില്ല അവള്. ഒരു ഗതിയും പരഗതിയില്ല. എന്നാൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പെട്ടെന്ന് ഞാൻ ബെല്ലടിച്ചു. ഇളയമ്മയാൾ വാതിൽ തുറന്നു. സീറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കയറാൻ അവർ സമ്മതിച്ചില്ല. ഇളയപ്പൻ ഇറങ്ങി വന്നു. എന്താ തന്നെയേ ഈ വഴിക്ക്? ഇളയപ്പ, അത് ഞാൻ അവൾക്ക് പൈസക്ക് വല്ല അത്യാവശ്യം കാണും, അതാ വന്നിരിക്കുന്നത്. അല്ലാതെ ഈ വഴിക്ക് അവൾ കിടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇളയമ്മ പറഞ്ഞു. എന്താടി, അതാണോ ഉദ്ദേശം? മടിച്ചു പറഞ്ഞു. ഇളയപ്പ, എനിക്ക് അവസാന വർഷത്തെ പൈസ അടയ്ക്കണം. പണമില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ? പിന്നെ ഇപ്പൊ തന്നെ അടച്ചു തരാട്ടോ, എനിക്ക് വേറെ പണിയില്ലല്ലോ. പെട്ടെന്ന് ഇളയമ്മ പറഞ്ഞു. നിന്നോട് ആഴ്ചയിൽ 2 പ്രാവശ്യം വന്ന് പുര തുടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ? അഭിമാനക്കുറവ്. നക്കി തിന്നാനും കടം ചോദിക്കാനും നാണല്ലേ? പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞു. ശരിയാണ്, പണിക്കാരിയായിട്ട് ഇളയമ്മ വിളിച്ചതാണ്. അമ്മ അത് സമ്മതിച്ചില്ല. അന്ന് ഞാൻ 10 പാസ്സായിട്ടേ ഉള്ളൂ. വേലക്കാരി ആവേണ്ട ഗതികേട് മക്കൾക്ക് വന്നിട്ടില്ല. അന്ന് അറിയിക്കാം എന്ന് അമ്മ ഇളയമ്മയോട് പറഞ്ഞു. ഇളയമ്മയുടെ മകളുണ്ട്. എന്നെക്കാൾ 2 വയസ്സ് താഴെയാണ്. പഠിക്കാൻ കൊള്ളില്ലെങ്കിലും അവരവളെ ഉന്തിത്തള്ളി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഞാൻ തലതാഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങി. തൊണ്ട വരണ്ടിരിക്കുന്നു. എത്ര അടക്കി വെച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകി. കോടികളുണ്ട് ഇളയപ്പന്. അയാൾ ഒരു മാസം ദൂർത്തടിക്കുന്ന പൈസ മതി എന്നെ ഒന്ന് പഠിപ്പിക്കാൻ. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒന്നും ചോദിച്ചില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ആണുപൊട്ടി എൻ്റെ ദുഃഖം ഒഴുകുമെന്ന് അവർക്കറിയാം. അമ്മക്ക് കാര്യം മനസ്സിലായി കാണും. ഞാൻ അകത്ത് കയറി വാതിലടച്ചു. മരണം മാത്രമേ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് വാതിലാരോ മുട്ടി. അമ്മ. കയ്യിലൊരു സ്വർണ്ണമാല. അത് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. അതെന്നെ ഏൽപ്പിച്ചു. അത് തരുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതെൻ്റെ അമ്മ മരിക്കുമ്പോൾ എനിക്ക് തന്നതാ. നിനക്ക് വേണ്ടി ഞാനിത് ഇത്രയും നാൾ കാത്തുവെച്ചു. ഇത് നീ വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തോ, എന്നിട്ട് ഫീസ് അടച്ചോ. ഇതുകൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്തിനും ധൈര്യം ഉണ്ടായിരുന്നു. ഒരിക്കലും കൈവിട്ടു പോരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നതാ. അങ്ങനെ ആ ഫീസ് ഞാൻ അടച്ചു. നേഴ്സിംഗ് പാസ്സായി. ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി കിട്ടി. അതിനിടയിൽ തന്നെ പുറത്തേക്ക് പോകാനുള്ള പഠനവും തുടങ്ങി. എന്തോ ഒരു വാശി മനസ്സിലുണ്ടായിരുന്നു. ആരോടൊക്കെ തീർത്താൽ തീരാത്ത പകയും. വർഷങ്ങൾ എത്ര കടന്നുപോയി. എന്നിട്ടും മനസ്സിൽ ആ വാശി പഴയതുപോലെ തന്നെ ഞാൻ കൊണ്ടുനടന്നു. അവസാനം അയർലൻഡിലെത്തി. അനിയത്തി നഴ്സിംഗ് പൂർത്തിയാക്കി ഇവിടെ എത്തി. നാട്ടിൽ വലിയ വീട് വെച്ചു. കുറച്ച് നാളായിട്ട് അമ്മ പറയുന്നു ഇനിയൊരു വിവാഹം വേണം. അങ്ങനെയാണ് വീണ്ടും നാട്ടിലേക്ക് പറഞ്ഞു. ഇളയപ്പൻ അവിടെയുണ്ട്. ഒരിക്കൽ പോലും ആ വഴിക്ക് പിന്നീട് പോയിട്ടില്ല. 2 തവണ നാട്ടിൽ പോയപ്പോഴും അവിടെ കയറിയിട്ടില്ല. ഇളയമ്മയും ഇളയപ്പനും ഒരിക്കൽ വീട്ടിൽ വന്ന് കണ്ടിരുന്നു. എന്തോ മനസ്സുകൊണ്ട് ഒരിക്കലും ഞാൻ അവരോട് പുറത്തില്ല. ചെറുക്കനമ്മ കണ്ടെത്തിയിരുന്നു. അവരായിട്ട് ആലോചിച്ച് വന്നതായിരുന്നു. പെട്ടെന്നെല്ലാം തീരുമാനമായി. നാട്ടാചാരപ്രകാരം വേണ്ടതൊക്കെ എടുത്തു. സ്വർണ്ണം എടുക്കാൻ അമ്മയും അപ്പനും അമ്മായിയപ്പനും അമ്മായിയമ്മയും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് പയ്യൻ്റെ അമ്മ താലിമാലയുടെ കാര്യം ഓർമ്മിപ്പിച്ചത്. അവർ പറഞ്ഞു, മോൾക്ക് ഇഷ്ടമുള്ള പണി 10 പവനിൽ കുറയാതെ അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചോളൂ കേട്ടോ. പെട്ടെന്ന് മനു പറഞ്ഞു, വേണ്ടമ്മേ, താലിമാല അവിടെ കയ്യിലുണ്ട്. ഒന്ന് പോളിഷ് ചെയ്താൽ മതി. 3 പവനും ഉണ്ടാവും. അമ്മ വീട്ടിൽ വരുമ്പോൾ അവളെ 10 പവൻ്റെ മാലയിട്ട് സ്വീകരിച്ചോളൂ. താലി പക്ഷേ ആ മാല തന്നെ മതി. ഞാൻ ആ മാല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അത് കൈമാറുമ്പോൾ വീണ്ടും കണ്ണുകൾ നിറഞ്ഞു.
ആ മാലയേക്കാൾ വിലമതിക്കുന്നൊന്നും എൻ്റെ ജീവിതത്തിലില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അന്ന് ആ മാലയുമായി പണം വെക്കാൻ പോയത് അടുത്തുള്ള ബാങ്കിലായിരുന്നു. കിട്ടിയ തുകയും കൂട്ടുകാരുടെ സഹായം കൂടെ ആയപ്പോൾ എനിക്ക് ഫീസ് അടക്കാൻ സാധിച്ചു. സമ്പാദ്യമായപ്പോൾ ആദ്യം തിരിച്ചെടുത്ത് അമ്മയെ ഏൽപ്പിച്ചത് ആ മാലയായിരുന്നു. ഞാൻ നേടിയതൊക്കെയും എന്നും എന്നെ ആ മാല ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ആ മാല തിരിച്ചെടുക്കാനുള്ള വാശി എന്നും എൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാണ്. അതിൻ്റെ മൂല്യത്തിന് എൻ്റെ ജീവൻ്റെ വിലയുണ്ട്.